ഗുഡ് മോർണിംഗ്, സജിതയാണ്. അപ്പം നമ്മൾ തായ്ലൻഡിൽ 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ പട്ടായയിൽ നിന്ന് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തന്നെ കാരണം എനിക്ക് എല്ലാവരും കൂടെ ചേർന്ന് നല്ല വൈബായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആർക്കൊരു വൈബില്ല, എല്ലാവരും ഡാൻസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞ് എല്ലാവരും പിന്നെ ഞാൻ വൈബാക്കിയെടുത്ത് എല്ലാവരെയും കൊണ്ട് ഡാൻസൊക്കെ ചെയ്യിച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഗോൾഡൻ ബുദ്ധ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഫുള്ള് 5000 കിലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയണത്. ഇതിൻ്റെ വീഡിയോ ഒന്നും അവരെടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ, അതാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കുന്നത്. അവർ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്താണാവോ ഫോട്ടോയും വീഡിയോ എടുക്കണം തമ്മിൽ വ്യത്യാസം. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവരെടുത്തതാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിലൊരു പിന്നൊക്കെ വെച്ച് നമ്മൾ ഡ്രസ്സിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അവർ. എത്ര നല്ല പോസ് ഞാൻ കൊടുത്തത്, തല താഴ്ത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് ഫോട്ടോ എടുക്കാൻ കണ്ടുള്ളൂ. ഞാനതപ്പം തന്നെ എൻ്റെ ഡ്രസ്സിലങ്ങ് പിൻ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ അടുത്ത് തന്നെയുള്ള മാർബിൾ ടെമ്പിൾ കാണാനാണ് വന്നിട്ടുള്ളത്. മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം മാർബിൾ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ശില്പങ്ങളും ഏകദേശം ഒരുപോലെ തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഇതാ ടെമ്പിളിൻ്റെ പുറത്താണ്. ഇവിടെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിയിൽ 2 ടെമ്പിളും കണ്ട് കഴിഞ്ഞ് നേരെ ബാങ്കോക്കിലെത്തി. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി. എക്കോട്ടൽ എന്നിട്ടുള്ള ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് റൂം. ഇത് പട്ടായയിൽ അത്രയും വലിയ റൂമല്ല, ചെറിയ റൂമായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഇന്ന് നൈറ്റ് മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കണുള്ളൂ. നാളെ രാവിലെ ഇറങ്ങി പിന്നെ നേരെ എയർപോർട്ടിൽ പോവുകയാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങി. ഇന്ദിര മാർക്കറ്റിലാണ് ഞങ്ങൾ പോയത്. ഒരു 3 നിലയുള്ള മാളാണ്. ഞാൻ ഫോട്ടോ ഒന്നും പർച്ചേസ് ചെയ്തില്ലാന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ കണ്ടപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ വാങ്ങിക്കൂട്ടി. കുറേ ലഗേജ് ഒരുപാട് അധികമായി. പിന്നെ സ്വപ്നയുടെ ഹെൽപ്പ് വേണ്ടി ഒന്ന് കൊണ്ടുവരാൻ. പർച്ചേസ് കഴിഞ്ഞ് പോരുന്ന വഴി ഞാൻ വീണ്ടും മാംഗോ സ്റ്റിക്കി റൈസ് പാഴ്സൽ വാങ്ങിച്ചു. ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരുന്നു. 3 ടൈപ്പ് റൈസും സോസും ഉണ്ടായിരുന്നു. പട്ടായിൽ നിന്ന് നമ്മൾ 1 ടൈപ്പ് റൈസും സോസും ഉണ്ടായിരുന്നുള്ളൂ. റൂമിൽ വന്നിട്ടാണ് പിന്നെ ഞാനത് കഴിച്ചത്. അങ്ങനെ രാത്രി വന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഉറങ്ങി. രാവിലെ എണീറ്റിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്.
ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് തായ്ലൻഡിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഫുള്ള് ഇവിടെ കറങ്ങിയിട്ട് നേരെ എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സഫാരി വേൾഡും മറൈൻ പാർക്കുമാണ്. രണ്ടും ഒന്നിച്ചാണ്. ഭയങ്കര തിരക്കാണ്. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കാൻ വന്നപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റ് എടുത്ത് അവർ തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ നമ്മൾ അവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് ഭയങ്കര തിരക്കും ചൂടും ഒക്കെ ആയിരുന്നു ഇവിടെ. ഫസ്റ്റിൽ തന്നെ ഈ എലിഫൻറ്റ് ഷോ ആയിരുന്നു. ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. മുമ്പ് പഴയ എലിഫൻറ്റ് ഷോ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ പല ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോകണം അടുത്ത സ്ഥലത്തേക്ക്. കാരണം അല്ലെച്ചെങ്കിൽ ആ സമയത്തേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു ഭയങ്കര ബഹളവും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ലൈവായിട്ടൊരു ഇംഗ്ലീഷ് മൂവി കാണാൻ പോവുക. നമ്മൾ ഒരു തിയേറ്ററിലൊന്നല്ല, ലൈവായിട്ട് കാണാൻ പോവുക. ഇവിടേക്ക് നടന്നെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ചൂടും ഒക്കെ ആയിട്ട് ടയേർഡായി. അയ്യോ, ഭയങ്കര ഒരു ബഹളം കഴിഞ്ഞു വന്നു. ഹെലികോപ്റ്റർ ഇറങ്ങണു, ബോംബ് പൊട്ടുന്നു, എന്തെല്ലാം ബഹളമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു ഷോയാണ്. ഞങ്ങൾ ഇതിനിടയ്ക്ക് ലഞ്ച് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ ഷോ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും കൂടെ ഓടിയെത്താൻ പറ്റില്ല. പിന്നെ ഭയങ്കര ചൂടും ഒക്കെ ആയിട്ട് ഭയങ്കര ടയേർഡാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ ഞങ്ങൾ ഷോ നിർത്തി. ഇത്രയും കണ്ടിട്ട് ഞങ്ങൾ നിർത്തി തിരിച്ചു പോവുകയാണ്. പറഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് കണ്ട കാഴ്ചകളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞങ്ങൾ ഈ തിരിച്ചു പോരുന്ന ഈ വഴിയായിരുന്നു. ഒരു കാടിനുള്ളിൽ കൂടിയാണ് നമ്മൾ വരുന്നത്. നിറയെ അനിമൽസും ബേർഡ്സും അടിപൊളി വ്യൂ ആയിരുന്നു. അതുകൊണ്ട് മരത്തിലൊക്കെ നിറയെ ബേർഡ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ റൂട്ട് പോന്നപ്പോൾ. ഇതോ കണ്ടില്ലേ, കൊക്കുകൾ നിൽക്കണില്ലേ, സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്. എന്ത് രസമായിരുന്നു കാണാനെന്നോ. ഇത് കണ്ടില്ലേ, സിംഹങ്ങളാണ് വണ്ടിയുടെ ചുറ്റും നിൽക്കുന്നത്. അത് കറക്റ്റായിട്ട് സിംഹമെന്ന് മനസ്സിലാവണില്ലല്ലേ വീഡിയോയിൽ, പക്ഷേ ഫുൾ സിംഹങ്ങളാണ്. എന്താണ്, ഞാൻ ആദ്യം പേടിച്ചു ഭയങ്കരമായിട്ട്, കാരണം അവരെ ഉപദ്രവിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നി അവർ ഫുഡ് കൊടുക്കുകയാണോ, എനിക്ക് മനസ്സിലാവണില്ലത് എന്താ അവർ ചെയ്യണമെന്നുള്ളത്. കുട്ടികളൊക്കെ ഉണ്ടാവും വണ്ടിയിൽ.
ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ബാങ്കോക്കിൽ നമുക്ക് ഇനി ഒരുപാട് കാണാനുണ്ട്. ക്രൂയിസ് ഡിന്നർ ഉണ്ട്, കഫേസ് ഉണ്ട്. പിന്നെ തായ്ലൻഡിൽ തന്നെ നമുക്ക് ഫുക്കറ്റ് ക്രാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അത് ഇവിടുന്ന് നമ്മൾ ബാങ്കോക്കിൽ നിന്നൊക്കെ പിന്നെ ഫ്ലൈറ്റിന് പോകണം. അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ എനിക്ക് ഫുക്കറ്റ് ക്രാബി ബാങ്കോക്കിൽ ഞാൻ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കൂടെ കാണണം. അതിന് ഇനി ഒന്നുകൂടെ പോകുന്നുണ്ട്. ഇത് ബാങ്കോക്കിലുള്ള ഒരു കഫേയാണ്. ഇത് എൻ്റെ മോള് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അടിപൊളി മൂഡാണ് ഇവിടെ എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പാക്കേജിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരിവിടെ ഒന്നും കൊണ്ടുപോകില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം ഓരോ സ്ഥലങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്ലേസിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട 3 സ്ഥലങ്ങളാണ്. ഇത് ക്രൂയിസ് ഡിന്നറിൻ്റെ അവിടുത്തെ ഒരു ചെറിയ ഘട്ടമാണ്. ഇവിടെ അടിപൊളി ഫീലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് ചോക്ലേറ്റ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണിത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറഞ്ഞത്. ഭയങ്കര ഷോസ് ഉണ്ട് അവിടെ, പക്ഷെ അവിടെ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ 3 സ്ഥലങ്ങളും പോകണം, ഫുക്കറ്റ് ക്രാബിയും പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു തായ്ലൻഡ് ട്രിപ്പ് കൂടെ പോയേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കണ്ട കേട്ടോ.